ഹായ് എവ്രി വൺ, ആപ്പിൾ ബി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻറ്റ് ടേമിൽ, അതായത് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള തിയറി എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the schools of criticism has strongly opposed formalism in both its European and American varieties, rejecting the view that there is a sharp and definable division between ordinary language and literary language? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫോർമലിസത്തിനെ റിജക്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഏതൊക്കെ സ്കൂൾസ് ഓഫ് ക്രിറ്റിസിസം ആണ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് നോക്കാം. മാർക്സിസം, റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, സ്പീച്ച് ആക്ട് തിയറി, ന്യൂ ഹിസ്റ്റോറിസിസം ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ഇത് ശരിക്കും എടുത്ത് നോക്കുമ്പോൾ ഈ എല്ലാ ക്രിറ്റിസിസം, ഈ ക്രിട്ടിക്കൽ സ്കൂൾസും ഒരു ആൻറ്റി ഫോർമലിസ്റ്റ് സ്കൂൾസാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ആൻസർ പിക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്താണ് എല്ലാ തിയറീസും എന്താണെന്നും ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. മാർക്സിസം എന്താ? എല്ലാ ഹിസ്റ്ററീനെ മൊത്തത്തിൽ, സൊസൈറ്റീനെ മൊത്തത്തിൽ ഒരു ക്ലാസ് സ്ട്രഗിളിൻ്റെ ബേസിസിൽ അനലൈസ് ചെയ്യുന്ന ഒരു തിയറിയാണ് മാർക്സിസം. അതായത് ക്യാപിറ്റലിസം ലേബറേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു തിയറിയാണ് മാർക്സിസം. ആൻഡ് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്താ? റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഫോർമലിസം എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ഒരു കോണ്ടെക്സ്റ്റും ഒരു ഹിസ്റ്ററിക്കൽ സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഒന്നും നോക്കേണ്ടതില്ല. കോണ്ടെക്സ്റ്റ് ഫ്രീ ആണ് ടെക്സ്റ്റ്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒരു ഓട്ടോട്ടലിക് എൻറ്റിറ്റി ആണ്. ടെക്സ്റ്റ് ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് ഇറ്റ്സ് ഓൺ, ഒരു കോണ്ടെക്സ്റ്റും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നൊരു തിയറിയാണ് ഫോർമലിസം. അപ്പോൾ ഇതിനെതിരായിട്ട് പറയുന്നൊരു തിയറിയാണ് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം. ഫോർമലിസത്തിൽ നമ്മൾ ഇൻറ്റൻഷണൽ ഫാലസി, എഫക്റ്റീവ് ഫാലസി ഒക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം എന്ന് പറയുന്ന തിയറി പറയുന്നത്. എന്താണത്? ഒരു വർക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ റീഡറിന് എന്താണോ തോന്നുന്നത് അത് റീഡറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇംപ്രഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ അതാണ് ഈ റീഡറിന് എന്താണോ അത് വായിക്കുമ്പോൾ കിട്ടുന്ന മീനിങ്, അതാണ് ആ ടെക്സ്റ്റിൻ്റെ മീനിങ് എന്ന് പറയുന്ന തിയറിയാണ് റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം. അടുത്തത് എന്താ? സ്പീച്ച് ആക്ട് തിയറി. സ്പീച്ച് ആക്ട് തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഏതൊരു കുഞ്ഞു വാക്കിനും, ഇപ്പോൾ സപ്പോസ് നമ്മളൊരാളോട് ഒരു സോറി പറയുകയാണെന്ന് വിചാരിക്കാം. സോറി പറയുന്നത് ഏത് കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ ആവാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം താഴെ വീണു, മറ്റൊരാളുടെ ഒരു സാധനം താഴെ വീണു. അപ്പോൾ നമ്മൾ സോറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ താഴെ വീണതിനാണ് നമ്മൾ സോറി പറയുന്നത്. ആ സോറിയിൽ ഇംപ്ലൈഡ് ആണ് സോറി ഞാനിത് താഴെ ഇട്ടു എന്ന് നമ്മൾ പറയാറില്ലല്ലോ. ജസ്റ്റ് സോറി മാത്രമേ പറയൂ. പക്ഷെ ആ കോണ്ടെക്സ്റ്റ് അതിൽ ഇംപ്ലൈഡ് ആണ്, മനസ്സിലാവുന്നുണ്ട്. ഇതാണ് സ്പീച്ച് ആക്ട് തിയറി പറയുന്നത്. അപ്പോൾ ഇതും ഫോർമലിസത്തിനെതിരായി വരുന്നൊരു തിയറിയാണ്. കാരണം കോണ്ടെക്സ്റ്റ് നോക്കണ്ട എന്ന് പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാക്കിൽ കൂടെ പോലും കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ് എന്ന് പറയുന്നൊരു തിയറിയാണ് സ്പീച്ച് ആക്ട് തിയറി. അടുത്തതാണ് ന്യൂ ഹിസ്റ്റോറിസിസം. ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു ടെക്സ്റ്റും അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ, കൾച്ചറൽ, ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം നിലനിൽക്കുന്നൊരു കാര്യമാണ് എന്ന് പറയുന്നതാണ് ന്യൂ ഹിസ്റ്റോറിസിസം അല്ലേ? ടെക്സ്റ്റിന് നമുക്കൊരു ഓട്ടോണമസ് എൻറ്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോടെലിക് ടെക്സ്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഏതൊരു ടെക്സ്റ്റും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതൊരു കോണ്ടെക്സ്റ്റിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമാണ് ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്ന തിയറിയാണ് ന്യൂ ഹിസ്റ്റോറിസിസം. അപ്പോൾ അത് കൃത്യമായും ഫോർമലിസത്തിന് എതിരായി വന്നൊരു തിയറിയാണ്. ആൻഡ് ലാസ്റ്റിൽ ദർ ഇസ് പോസ്റ്റ് കൊളോണിയലിസം. പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴും കൾച്ചറും ഐഡൻറ്റിറ്റിയും ഒക്കെ കൊളോണിയൽ ടേംസിൽ, അല്ലെങ്കിൽ അത് സബ്ജുഗേറ്റഡ് ആണ്. കൊളോണിയൽ പീരിയഡിലുള്ള അതേ ഒരു പവർ റിലേഷൻസ് ഇതിലൊക്കെ ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു തിയറിയാണ് പോസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഇതെല്ലാം ആൻറ്റി ഫോർമലിസ്റ്റ് തിയറീസ് ആണ്, അല്ലെങ്കിൽ ആൻറ്റി ഫോർമലിസ്റ്റ് സ്കൂൾസ് ഓഫ് ക്രിറ്റിസിസംസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ദ മോസ്റ്റ് ആപ്റ്റ് ആൻസർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന 3 തിയറീസ് ഇതിൽ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസം, സ്പീച്ച് ആക്ട് തിയറി ആൻഡ് ന്യൂ ഹിസ്റ്റോറിസിസം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓപ്ഷൻ 3, B, C ആൻഡ് D ഓൺലി. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പം ഒന്ന് പരിഭ്രമിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ ഈസിയാണ്. ഈ കൺസെപ്റ്റ്സ് ഒക്കെ എന്താണെന്ന് അറിയുമെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് B, C ആൻഡ് D ഓൺലി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ലാസ്റ്റ് ടേമിൽ, അതായത് ജൂൺ 2025 ചോദിച്ചിട്ടുള്ള തിയറി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൂ ഹാസ് കോയിൻഡ് ദ ഫ്രേസ്
ബ്രിക്കൊളാഷ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദിച്ചത്. ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് കൺസെപ്റ്റോ ഒന്നും അല്ല ചോദിച്ചിട്ടുള്ളത്, ആരാണ് ഈ ഫ്രേസ് കോയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് ഡെറിഡ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാരെ കോയിൻ ചെയ്തത് എന്നുള്ളതും കൂടിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഡെറിഡ ഉണ്ടെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ സാധ്യതയുണ്ട് എന്ന് വിചാരിക്കാം. പക്ഷേ ഇവിടെ ഡെറിഡ ഓപ്ഷൻസിലേ ഇല്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോഡ് ലെവി-സ്ട്രോസ്, റെയ്മണ്ട് വില്യംസ്, മാർട്ടിൻ ഹൈഡഗർ ആൻഡ് മിഷേൽ ഫൂക്കോ. അപ്പോൾ ഇതിൽ ക്ലോഡ് ലെവി-സ്ട്രോസ് ആണ് ബ്രിക്കൊളാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ ബ്രിക്കൊളാഷ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പോൾ ആൻസർ ക്ലിയർ ആണ്. പക്ഷെ നമുക്ക് എന്താണ് ബ്രിക്കൊളാഷ് എന്ന് ഒന്ന് നോക്കാം. ഇത് കോയിൻ ചെയ്തിട്ടുള്ളത് ലെവി-സ്ട്രോസ് ആണ്. ദ സാവേജ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള 1962 ടെക്സ്റ്റിലാണ് ഈ ബ്രിക്കൊളാഷിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഈ ബ്രിക്കൊളാഷ് എന്താന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ബ്രിക്കൊളാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് പറഞ്ഞത്. എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ബ്രിക്കൊളാഷ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് നമുക്ക് ഹാൻഡി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ട ഒരു വസ്തു അല്ലെങ്കിൽ വേണ്ട ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ബ്രിക്കൊളാഷ് എന്ന് പറയാം. ഇപ്പോൾ അതിന് ടിപ്പിക്കലി പറയുന്ന ഒരു എക്സാമ്പിൾ ഇസ് നമ്മുടെ പൈപ്പ് പൊട്ടി എന്ന് വിചാരിക്കാം. പൈപ്പ് പൊട്ടി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു എൻജിനീയർ ആണെങ്കിൽ എന്ത് ചെയ്യും? എൻജിനീയർ ആണെങ്കിൽ ആ പൈപ്പ് അതിൻ്റെ ലീക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവരണം, എന്നിട്ട് അതിൻ്റെ ലീക്ക് മാറ്റണം. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഈ വെള്ളം പോകുന്നത് നിർത്തണം. അതിനുവേണ്ടി നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നൊരു കാര്യം എന്താ, ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ വെക്കും. ഇതാണ് ബ്രിക്കൊളാഷ്. കാരണം എൻജിനീയറിൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ്. ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂഷനിലൂടെ ഇത് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ബ്രിക്കൊളാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ ഹാൻഡി ആയിട്ട് നമുക്ക് ആ സമയത്ത് കിട്ടാവുന്ന എന്തൊക്കെയാണോ അതൊക്കെ ഉപയോഗിച്ച് ഈ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ബ്രിക്കൊളാഷ്. ടു ഡിസ്ക്രൈബ് എ വേ ഓഫ് തിങ്കിങ് ആൻഡ് ക്രിയേറ്റിംഗ് ദാറ്റ് വർക്ക്സ് വിത്ത് വാട്ട് എവർ മെറ്റീരിയൽസ് ആർ ഓൾറെഡി അവൈലബിൾ. അപ്പോൾ അതാണ് ബ്രിക്കൊളാഷ്. അപ്പോൾ ലെവി-സ്ട്രോസ് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ബ്രിക്കൊളിയർ എന്ന് പറഞ്ഞാൽ ബ്രിക്കൊളാഷ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ബ്രിക്കൊളിയർ. എൻജിനീയർ എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് ചെയ്യുന്ന വ്യക്തിയാണ് എൻജിനീയർ. അപ്പോൾ ഈ ബ്രിക്കൊളിയറിൻ്റെ മൈൻഡ് സാവേജ് മൈൻഡും എൻജിനീയറിൻ്റെ മൈൻഡ് സയൻറ്റിഫിക് മൈൻഡും ആണ് എന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. അപ്പോൾ ലെവി-സ്ട്രോസ് ചിലപ്പോഴെങ്കിലും ഈ എൻജിനീയറിനെ കുറച്ച് സുപ്പീരിയർ ആയിട്ട് വെക്കുന്നുണ്ട്. ബ്രിക്കൊളിയറിനേക്കാൾ കുറച്ച് സുപ്പീരിയർ ആണ് എൻജിനീയർ. അതായത് സയൻറ്റിഫിക് മൈൻഡുള്ളത് എൻജിനീയറിനാണ്. അതുകൊണ്ട് എൻജിനീയറാണ് ബ്രിക്കൊളിയറിനേക്കാൾ സുപ്പീരിയർ എന്ന് ലെവി-സ്ട്രോസ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സപ്പോസ് നമ്മൾ ഒരു വീടുണ്ടാക്കുകയാണ്. ഒരു എൻജിനീയർ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന് ക്ലിയർ പ്ലാനും അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അതിന് എന്താ റോ മെറ്റീരിയൽസ് വേണ്ടത് അതെല്ലാം ആദ്യമേ നിശ്ചയിച്ച് എല്ലാം വളരെ പ്രോപ്പറായിട്ട് എല്ലാം എത്തിച്ചിട്ടാണ് ഈ വീടിൻ്റെ പണി നടക്കുക എന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽസിൽ കുറച്ച് ഷോർട്ട് വന്നു, ഇനി നമുക്ക് ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് ആ റോ മെറ്റീരിയൽ ഇനി അവൈലബിൾ അല്ല, ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ എൻജിനീയർ ഒരു ബ്രിക്കൊളിയറിനെ പോലെ പ്രവർത്തിക്കേണ്ടി വരും. ഞാൻ അത് കിട്ടിയേ ഇവിടെ ബാക്കി പണി നടക്കൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ലെവി-സ്ട്രോസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻജിനീയറിൻ്റെ മൈൻഡും ചിലപ്പോഴൊക്കെ ഒരു ബ്രിക്കൊളിയറിൻ്റെ മൈൻഡ് പോലെ പ്രവർത്തിക്കും. അങ്ങനത്തെ അവസരങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരു സയൻറ്റിഫിക് മൈൻഡിലും ഒരു സാവേജ് മൈൻഡ് ഉണ്ട് എന്നാണ് ലെവി-സ്ട്രോസ് പറയുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് ഒന്നുമല്ല. അതാണ് ബ്രിക്കൊളിയർ. ഇനി ഡെറിഡ വന്നിട്ട് ഇതിനെ വീണ്ടും ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡെറിഡ പറയുന്നത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, ബ്രിക്കൊളിയറും എൻജിനീയറും അങ്ങനെയൊന്നുമില്ല, എവ്രിതിങ് ഈസ് എ ബ്രിക്കൊളാഷ് എന്നാണ് ഡെറിഡ പറയുന്നത്. പക്ഷെ ലെവി-സ്ട്രോസ് എൻജിനീയറിന് സുപ്പീരിയർ ആയിട്ടും ബ്രിക്കൊളിയറിന് കുറച്ച് ഇൻഫീരിയർ ആയിട്ടുമാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഒരു പിക്ചർ കാണിക്കുക. ദിസ് ഇസ് an example of a bricolage and this is engineering. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിക്കൊളാഷിൽ പറയാനുള്ളത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ തിയറിയിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ബ്രിക്കൊളാജിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയണ്ട, ആരാണ് കോയിൻ ചെയ്തതെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ ആ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആദ്യത്തെ ക്വസ്റ്റ്യനും അത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമുക്ക് ആ കൺസെപ്റ്റ്സ് എന്താണെന്ന് അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അറിയാമെങ്കിൽ പോലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.